നമസ്കാരം. ജാതക കഥകളിലെ 15ാമത്തെ കഥ, കാക്കകളുടെ പ്രതികാരം. ആൺകാക്കയും പെൺകാക്കയും കൂടി കടൽക്കരയിൽ ഇര തേടി നടക്കുകയാണ്. അന്ന് കടൽപ്പുറത്ത് നാഗന്മാർ ബലിയിട്ടതിൻ്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടന്നിരുന്നു. ഇലച്ചീന്തുകളിൽ ബലിച്ചോറും പൊട്ടിയ മൺപാത്രങ്ങളിൽ പാലും തേനും മദ്യവുമെല്ലാം ഉണ്ടായിരുന്നു. കാക്കകൾ അതെല്ലാം അകത്താക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ മദ്യം തലയ്ക്ക് പിടിച്ചു. അപ്പോൾ ആൺകാക്ക പെൺകാക്കയോട് പറഞ്ഞു, ഇനി നമുക്ക് ഈ കടലിലിറങ്ങി ഒന്ന് നീന്താം. അത് കേട്ട് അവൾ ഉത്സാഹത്തോടെ കടലിലേക്കിറങ്ങി. പെട്ടെന്ന് തിരയിൽപ്പെട്ട് അവൾ കടലിലേക്ക് ഒലിച്ചു പോയി മുങ്ങിച്ചത്തു. എല്ലാം ഒരു നിമിഷത്തിനുള്ളിൽ കഴിഞ്ഞു. ആൺകാക്കയ്ക്ക് കോപവും ദുഃഖവും സഹിക്കാനായില്ല. അവൻ കടലിനോട് ചോദിച്ചു, എന്തു തെറ്റ് ചെയ്തിട്ടാണ് നീ അവളുടെ ജീവൻ എടുത്തത്? നിന്റെ ഈ അഹങ്കാരം തീർത്തിട്ട് തന്നെ കാര്യം. അവൻ കടൽക്കരയിലൂടെ നടന്ന് ഉച്ചത്തിൽ കരഞ്ഞു. ആ കരച്ചിൽ കേട്ട് മറ്റ് കാക്കകൾ ഓരോന്നായി പറന്നെത്തി. കടലിൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് അവൻ അവരോട് പറഞ്ഞു. കാര്യമറിഞ്ഞപ്പോൾ കാക്കകൾക്കെല്ലാം കടലിനോട് കോപമായി. ഇനി ഈ കടൽ വറ്റിച്ചിട്ട് തന്നെ കാര്യം. നമ്മൾ ഒരുമിച്ച് ശ്രമിച്ചാൽ അത് നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് കാക്കകളെല്ലാം കൂടി കടൽ വറ്റിക്കാൻ തുടങ്ങി. ഓരോരുത്തരും കടലിൽ നിന്ന് കൊക്കിൽ വെള്ളം കോരി ദൂരെ കരയിൽ കൊണ്ടുപോയി ഒഴിച്ചു. ഒരു ജലദേവതയായി ജന്മമെടുത്തിരുന്ന ബോധിസത്വൻ ആ സമയത്ത് കടൽക്കരയിലെത്തി. കാക്കകളുടെ ഈ വിഡ്ഢിത്തം കണ്ട് ബോധിസത്വൻ പറഞ്ഞു, എന്തു മണ്ടത്തരമാണീ കാട്ടുന്നത്? നിങ്ങൾ കുറെ വെള്ളം കൊക്കിലെടുത്തതുകൊണ്ട് കടൽ വറ്റുകയില്ല. അതിനേക്കാൾ എത്രയോ ഇരട്ടി വെള്ളം ഓരോ നിമിഷവും കടലിലെത്തുന്നുണ്ട്. ബോധിസത്വൻ്റെ വാക്കുകൾ കേട്ട കാക്കകൾക്ക് തങ്ങളുടെ വിഡ്ഢിത്തം മനസ്സിലായി. അവർ അദ്ദേഹത്തെ വണങ്ങിയിട്ട് പിരിഞ്ഞുപോയി. നന്ദി.